പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ നല്ലൊരു ദിനം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാട്ടോ. ഈശോ ഇന്നത്തെ ദിവസം മുഴുവനും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, പൊതിഞ്ഞു പിടിക്കട്ടെ. ദൈവിക സംരക്ഷണം നമുക്ക് ഇന്നെല്ലാവർക്കും ലഭിക്കട്ടെ. സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും, എല്ലാ ചതിക്കുഴികളിൽ നിന്നും, നുണകളിൽ നിന്നും നമ്മെ ഇന്ന് അവിടുത്തെ ആത്മാവ്, പരിശുദ്ധാത്മാവ് സംരക്ഷിക്കട്ടെ. ഈശോ ഉണ്ടല്ലോ, നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും നമ്മെ സ്നേഹിക്കും കേട്ടോ. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം കേട്ടോ. നമ്മുടെ പാപം കടും ചുമപ്പാണെങ്കിലും കർത്താവ് നമ്മെ സ്നേഹിക്കും. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ പാപികളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ സന്തോഷിക്കണം, ആ ഒരു കാര്യത്തിൽ നമ്മൾ ആനന്ദിക്കണം. നമ്മൾ എത്ര വലിയ മാരകപാപങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിലും കർത്താവിൽ നീ വിശ്വസിക്കുവാണെങ്കിൽ, അവിടുത്തെ ഏറ്റുപറയുവാണെങ്കിൽ, അവിടുത്തെ കാരുണ്യത്തിൽ നീ വിശ്വസിക്കുവാണെങ്കിൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് എനിക്കും നിനക്കുമൊക്കെ വിടുതൽ തരും. അതുകൊണ്ടല്ലേ മത്തായി 1:21 നമ്മൾ വായിക്കുമല്ലോ, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അണ്ടർലൈൻ, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നിന്നെയും എന്നെയും ഒക്കെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കർത്താവിൻ്റെ കൃപ തൊടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുക. അല്ലാത്തിടത്തോളം കാലം നമ്മൾ പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്കുള്ളൊരു യാത്രയായിരിക്കും. യോഹന്നാൻ 8 വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവ് രക്ഷിച്ചില്ലേ? ലൂക്കാ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീയെ കർത്താവ് രക്ഷിച്ചില്ലേ? ലൂക്കാ 19 സക്കേവൂസിനെ ഈശോ രക്ഷിച്ചില്ലേ? അതൊക്കെ എങ്ങനെയാ? കർത്താവിൻ്റെ കൃപ തൊട്ടപ്പോഴാ അവരെല്ലാവരും അശുദ്ധിയിൽ നിന്ന് മാറി വിശുദ്ധിയിലേക്ക് കടന്നു വന്നത്. എനിക്കും നിനക്കൊക്കെ കർത്താവിൻ്റെ കൃപ മതിയെന്നേ. ആ കൃപയാണ് നമ്മെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുക. മത്തായി മാർക്കോസ് 2:17 ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. അണ്ടർലൈൻ, പാപികളെ വിളിക്കാനാണ് ഈശോ വന്നത്. നമുക്ക് സന്തോഷിക്കാം. നമ്മളെപ്പോലെ ബലഹീനരും പാപികളുമായവരെ വിളിക്കാനും രക്ഷിക്കാനുമാണ് കർത്താവ് വന്നത്. അവിടെ നിന്ന് കുരിശിലേറിയതുപോലും അവസാനത്തെ തുള്ളി രക്തവും ജലവും ഒഴുക്കിയതുപോലും പാപികളായ നമുക്ക് വേണ്ടിയല്ലേ? നമുക്കിന്ന് ആനന്ദിക്കാം. എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എൻ്റെ പാപം പൊറുക്കുന്ന ദൈവമേ അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.